tricycle driver no. Come no. പക്ഷേ യു ഹാവ് ടു ബി നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അത് ഏത് നാട്ടിൽ പോയാലും അങ്ങനെ തന്നെ. നമ്മളൊരു മുരിങ്ങാക്കോലിന്റെ വലിപ്പം വലിയൊരു മറ്റേ ഊന്നുവടിന്റെ മാതിരി. ഇവിടെ നമുക്ക് എങ്ങനെ എന്ത് ജീവിക്കാം, ആർക്കും തമ്മിലൊരു ഹലോ. No, maybe I'm going to get. Yeah, we could. അപ്പൊ പോവാ. ഓക്കെ ഓക്കെ ബൈ. സ്ഥലം നിങ്ങൾക്ക് അറിയോ? പോയോക്കെ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ. ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഈ കാണുന്ന ആൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മളെ ഹംസക്ക. കഴിഞ്ഞ വീഡിയോയില് കുറെ പേരിനോട് ചോദിച്ച് ആരാണ്, എവിടെയാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, എനിക്ക് അങ്ങനെ പറയാനും പറ്റില്ല. അപ്പൊ ഹംസക്ക, നാട്ടില് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? നാട്ടിലെ മലപ്പുറം ഡിസ്ട്രിക്ട് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ. എങ്ങനെ നിങ്ങള് ഫിലിപ്പീൻസിൽ എത്തി? എല്ലാവർക്കും അറിയാൻ ആഗ്രഹമൊക്കെ ഉണ്ടാവും. It's a long story. You ask my wife. അപ്പൊ അതാ we വൈഫ് meet in Bahrain. Yeah, Bahrain. And then ബെഹറിലായിരുന്നു അപ്പൊ ചേച്ചി വർക്ക് ചെയ്തത്. അതെ, അങ്ങനെ കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ടാണ്. Yeah, she is working in the beauty, what you calling the body line center. Okay. And I was a driver. ബെഹറിലോ? Yeah. ഓക്കെ. പിന്നെയാണ് ബിസിനസ്സിലേക്ക് പിന്നെ ബിസിനസ്സിലേക്ക് വന്നത്. പിന്നെ അവിടെയൊക്കെ നോക്കി മാർക്കറ്റൊക്കെ പഠിച്ച് ബിസിനസ്സിലേക്ക്. ഓക്കെ ഓക്കെ, ശരി. പിന്നെ ഏത് സമയത്താണ് ഹംസക്ക് ഇവിടെ വന്ന് ഫിലിപ്പീൻസിൽ സെറ്റിൽ ആവണമെന്ന് മനസ്സിലായി? 1992 I am already in the Philippines with my daughter and my wife. ഞങ്ങൾ ഇവിടെ എത്തി. And then we go back again. We leave our daughter here and come back again. Then after that we are coming every year, right? Yes. അങ്ങനെ അല്ല ഞാൻ ചോദിച്ചതേ, സെറ്റിൽ ആവണോന്ന് എങ്ങനെ വിചാരിച്ചു? ഇവിടെ ഫിലിപ്പീൻസിൽ തന്നെ നീ സെറ്റിൽ ആവും, ബാക്കി നാട്ടിലോട്ടൊന്നും പോണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? നാട്ടിലേക്ക് ഐ എം നോട്ട് തിങ്കിങ് നാട്ടിലേക്ക് പോണ്ട. പക്ഷെ നമുക്ക് ഞാൻ എന്താ പറയുന്നത്, എന്റെ വൈഫും മോളൊക്കെ ഇവിടെ കൊണ്ട്, വൈഫും മോള് ഇവിടെ അല്ല, മോള് അബുദാബി. ബട്ട് വൈഫിന്റെ what is as she like to stay here in the Philippines. അതുകൊണ്ടാ ഫിലിപ്പീൻസിലേക്ക് വന്നത്. പക്ഷെ നാട്ടില് നിക്കാൻ ഇവർക്ക് വലിയ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ മാതിരിക്കല്ല, ഇവർക്ക് they have a big family here and everything and they are enjoying, so we don't want to. ഫിലിപ്പീൻസിലേക്ക് കല്യാണം കഴിച്ച് വരുന്നവർക്കും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇത്രയും 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തില് എന്റെ അഭിപ്രായത്തില് ഫിലിപ്പീൻസിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ യു മസ്റ്റ് നോസ് യു ഹാവ് മണി. ദ ഇമ്പോർട്ടന്റ് ഈസ് മണി ഇഫ് യു ഗെറ്റ് മാരീഡ്. അത് എന്താ പറയുന്നത്, ഇവിടെ വന്നിട്ട് കാശ് ഉണ്ടാക്കാൻ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വി ഹാവ് ടു വർക്ക് ഹാർഡ്. കാശ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. ഗുഡ് ടു മേക്ക് എ ബിസിനസ്. അതെനിക്കൊരു പാടാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് കാശുണ്ടാക്കാന്ന് വിചാരിച്ചു വന്ന ആളാണ്. ഇല്ല, വിജയിക്കുന്നവരെ എവിടെ പോയാലും വിജയിക്കും. വിജയിക്കാത്തവരെവിടെ പോയാലും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഹംസക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ ഇവിടെ? അല്ലെങ്കിൽ ഇല്ല, ഐ എം നോട്ട് വർക്കിംഗ് എനിത്തിങ്. ഐ എം ജസ്റ്റ് റിലാക്സിങ്. ഇതാണ് ഹംസക്കന്റെ വൈഫ് വിക്കി ആന്റി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു. ഇതാണ് നമ്മളെ വിക്കി ആന്റി. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പെൺകുട്ടിയാണുള്ളത്. ആ കുട്ടി കല്യാണം കഴിച്ചു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അയർലൻഡിലാണ് കല്യാണം കഴിച്ചത്. ചേച്ചിനെ അവിടെ പോയി അയർലൻഡിൽ സെറ്റിൽ ആവാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ മോളേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. ഇപ്പൊ ഞങ്ങൾ പോകുന്നത് മറ്റൊരു മലയാളിയുടെ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മലയാളിയുടെ പരിപാടി അറ്റൻഡ് ചെയ്യാനാണ് പോയത്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ മറ്റൊരു മലയാളിയുടെ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് വീട്ടിലിരിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട്. അവിടേക്ക് ഇങ്ങനെ
പല കൃഷികളും അതും ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന സമയം പോവാൻ വേണ്ടിയിട്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയൊക്കെ ഉള്ളു. പക്ഷെ ടോട്ടലി റിട്ടയർഡ് ആൻഡ് റിലാക്സിങ്. എന്തായാലും ഫിലിപ്പീൻസിൽ വന്നിട്ട് അംശത് ഹാപ്പി അല്ലേ? ഐ ആം സോ ഹാപ്പി. അത് കേട്ടാ മതി. I will hi to my teachers. You study here? No. ഈ ഹാപ്പി എന്ന് പറഞ്ഞാല് വി കൻ ഡു വാട്ട് എവർ വി വാണ്ട് റിയലി. നോട്ട് സെയിം ലൈക്ക് യുനോ നമുക്ക് ഈ നാട്ടിലെ മാതിരിക്കല്ല. നാട്ടിൽ നമുക്ക് എന്തൊക്കെ ഇതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഇവിടെ ചെയ്യാം, എൻജോയ് ചെയ്യാം. പിന്നെ നമുക്ക് അത്ര പൊളിറ്റിക്സിന്റെ ആ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് ഇവിടെ എവിടെ വേണേലും പോവാം, എവിടെ വേണേലും വരാം. നമ്മള് ആക്ച്വലി നമ്മള് ശരിക്കും ലീഗലായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതിനൊക്കെ ഇവിടെ സപ്പോർട്ടിങ്ങും കിട്ടും. പിന്നെ കാശ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് കാശ് ഉണ്ടാക്കാം, എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർ എൻജോയും ചെയ്യാം. അത്രേ ഉള്ളൂ. ഇപ്പം ഇത് പറഞ്ഞില്ലേ ഈ രാഷ്ട്രീയപരമായിട്ട് എന്നൊക്കെ. അപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ ഞാൻ വന്നിട്ട് അംശക്ക മനസ്സിലാക്കിയത് നമ്മൾ ജീവിച്ച് നമ്മളേതായ രീതിയിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാക്കാതെ പോവാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ സുഖമാണ്. ഇവിടെ ആരും കാല് പിടിക്കുക, രാഷ്ട്രീയക്കാരെ കാല് പിടിക്കുക, പോലീസുകാരെ കാല് പിടിക്കുക ഒന്നും വേണ്ട. അഥവാ നമ്മളെ തന്നെ ഒരു പോലീസുകാരൻ പിടിക്കുകയാണെങ്കിൽ, നമ്മൾ ഫോറിനർ അല്ല, ഇവിടുത്തെ ലോക്കലിനെ തന്നെ ഒരു പോലീസുകാരൻ പിടിക്കുകയാണെങ്കിൽ അവര് തെമ്മാടിത്തരോ മറ്റേ എന്താണ് നമ്മളെ നാട്ടിലെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയൊന്നും സംസാരിക്കില്ല. അവരോടും നല്ല രീതിയിലേ സംസാരിക്കും. ദേ കോൾ സർ, ഈവൻ ദോ യു ആർ പക്ക ക്രിമിനൽ, ദേ കോൾ യു സർ. ദേ ആർ നോട്ട്. അതുമല്ല, പിന്നെ അവര് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ട് അവര് അടിക്കുക പിടിക്കാതൊന്നുമില്ല ആരെയും. മനസ്സിലായോ? അത് ഇവിടുത്തെ ഒരു ഇതാണ്. നമ്മൾ ഇനി എത്ര വലിയ തെറ്റ് ചെയ്താണെങ്കിലും അവരൊരു പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക, അൺലെസ് അവര് അങ്ങോട്ട് എന്താണ് പറയുന്നത്, നമ്മള് അങ്ങോട്ടേക്ക് അവരെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ അവര് നമ്മളെ ഇനി എത്ര ക്രിമിനലാണ് അവരെ നമ്മളങ്ങോട്ട് ഉപദ്രവിക്കൊന്നുമില്ല. പോലീസുകാരായിക്കോട്ടെ ആരായിക്കോട്ടെ. നിനക്ക് ഇവിടെ ഇപ്പൊ ഈ ടോട്ടല് ഇപ്പൊ നമ്മളിവിടെ എത്ര വർഷമായി ഇപ്പൊ ഇവിടെ നിന്നിട്ട് നിനക്ക് വല്ലതും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നാട്ടിലുമായിട്ട്? ആരെങ്കിലും കള്ളു കുടിച്ച് റോഡിൽ കിടക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി? ഇവിടെ ആരും കള്ളു കുടിക്കാതിരിക്കുക അങ്ങനത്തെ എല്ലാരും കള്ളുപിടിക്കുന്നവരാണ്. അങ്ങനത്തെ യാതൊരു ഇല്ലെങ്കിൽ തമ്മില് അതിർത്തി തർക്കമോ അല്ലെങ്കിൽ മറ്റുള്ള തർക്കങ്ങളോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇവിടെ ഞാൻ ഇത്രയും എന്റെ 10-30 വർഷത്തെ എക്സ്പീരിയൻസിൽ ഇവിടെ ഇല്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ യു ഹാവ് ടു ബി, നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അത് ഏത് നാട്ടിൽ പോയാലും അങ്ങനെ തന്നെ. ഹായ് Anika. Say shout out for the. ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട്, അവിടെ പോയിട്ടുണ്ടോ? അവിടെ ഒരു ഹോട്ടൽ ഉണ്ട്, നല്ല റെസ്റ്റോറന്റ് ആണ്. നോ, ദ ഇൻസൈഡ് ദ റിവർ. നോ, വി വെന്റ് to 2 times there with Atilija. We eat there. No, This one, what is the name? I forget. Silverius. What is the name? Silverius. Silverius. Yeah, Silverius. Silverius. Very nice. I like that. Yeah, also Went to daytime with Aliana, right? Yeah. Aliana and John. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് നാട്ടിൽ ഇപ്പോഴും പെട്രോളിനോ ഡീസലിനോ ഒന്നിനും വില കുറച്ചില്ല. ഓക്കെ, $60 ഡീസലിന്, ക്രൂഡ് ഓയിൽ $60. പിന്നെ എന്താണ് വേൾഡ് പ്രൈസ്. പക്ഷെ ഇവിടെ കണ്ടെന്ന് ഇവിടെ ഇപ്പോ 125 വരെ എത്തിയിരുന്ന ഡീസലിനും പെട്രോളിനും ഒക്കെ ഇപ്പോ 70, ഇപ്പൊ കുറഞ്ഞു. 70, 65 വരെ. ഇപ്പൊ 64 കിട്ടുന്നുണ്ട് ചില സ്ഥലത്ത്, ചില കമ്പനി. മറ്റുള്ള പെട്രോൾ വിൽക്കുന്ന 70-നാണ്, 69. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റ് ഒക്കെ അത്ര നാട്ടിൽ നടക്കുന്ന അത്ര വലിയ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ കാരണം എന്താ പറയുക, നാട്ടിലൊക്കെ അവര് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത്. എന്ത്, ഒരു പാർട്ടി ഭരിക്കുകയാണെങ്കിൽ ആ പാർട്ടി 64 ലുക്ക്. Yeah. There how much? There in India still 100. ഡീസലിന്റെ ഒക്കെ വില ഉണ്ടോ ഇപ്പോഴത്തെ? വില കുറഞ്ഞു. സെയിം. ശരിക്കും എടുക്കട്ടെ, നോക്കിയപ്പോ പെട്രോളിന് 70 ഉള്ളൂ. ഇത് 64 ഡീസൽ. ഇത് ഇവിടെ തന്നെ പല റേറ്റ് ആട്ടോ. അതായത് ദാണ്ടില്ലേ
വേറെ പമ്പ് 67. തൊട്ടടുത്തടുത്ത് പമ്പിൽ തന്നെ റേറ്റ്, എന്നാലും നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോ കുറവാണ്. നല്ല ശരിക്ക് കുറച്ച് തരണ്ടേ? അതെ, ഇവിടെ കുറച്ച് തരണം, അല്ലെങ്കിൽ ഇവിടെ കുറഞ്ഞാല് കുറച്ച് തരും, നാട്ടില് കുറഞ്ഞാല് കൂട്ടിത്തരും. അത്രേ ഉള്ളൂ. അത്ര. ഈ കാശ് പോകുന്ന ഇവിടെ പാർട്ടികളില്ലല്ലോ. എങ്ങനെ ആഹാ. ഇവിടെ അങ്ങനെ കമ്മ്യൂണിസ്റ്റോ പിന്നെ എന്താണ് കോൺഗ്രസ് ഒന്നില്ല, ഒരു പാർട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ പാർട്ടീസ് ഉണ്ട്, ഈ ചെറിയ ഈ ഗ്രൂപ്പേ ഉള്ളൂ ഇവിടെ. ആഹാ. അല്ലാണ്ട് ഈ പാർട്ടി ആയിട്ട് ഇവിടെ വിളിക്കുന്നൊന്നുമില്ല. ദർ ഇസ് നോ പാർട്ടി ഹിയർ, റൈറ്റ്? അത് മാത്രല്ല, ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ ആർക്കും എന്താ പറയാ യാതൊരു തിരക്കില്ല, ഇല്ല. കംപ്ലൈന്റ്സ് ഇല്ല. എല്ലാം അഡ്ജസ്റ്റ്മെന്റ്. അതെ. ഇപ്പൊ നിങ്ങൾ തന്നെ അതായത് റോഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാ, ഒരൊറ്റ ലൈൻ തെറ്റിച്ചിട്ട് ഒരു വണ്ടി പോലും കയറിയില്ല. ഒരു തേർഡ് വേൾഡ് കൺട്രി തന്നെയാണ് ഇതും. എല്ലാവരും പിന്നെ ഇവരൊക്കെ കള്ളു കുടിച്ചിട്ടൊക്കെ ആയിരിക്കും വണ്ടി ഓട്ടുന്നത്. ആരും ഈ റോട്ടിൽ ഇങ്ങനെ ഇറങ്ങി എഴുന്നിട്ട് ഹെൽമെറ്റ് പിടിക്കാനോ മറ്റേ പിടിക്കാനോ ഒന്നും ആൾക്കാരൊന്നും ഇല്ല, പോലീസുകാരൊന്നും ഇല്ല. അതെന്താണ് ഇവിടെ ടൗണിൽ എന്ന് പറഞ്ഞാൽ അവരിതാ ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് അവർ ഓട്ടുന്നത്. ചിലവര് ഹെൽമെറ്റ് വെച്ചിട്ട് ഓട്ടുന്നു. അത് സഡൻലി അവര് പിടിക്കും. ആ പിടിച്ച അവിടെ നിന്ന് തന്നെ അവർക്ക് എഴുതിട്ട് അപ്പൊ തന്നെ വിട്ടയക്കും. അങ്ങനെ പിടിച്ചു വെച്ചിട്ട് കാശ് കൊണ്ട, അല്ലെങ്കിൽ കാശ് തന്നാ വിട, അങ്ങനത്തെ ആ പരിപാടികളൊന്നും ഇല്ല. ഇവിടെ ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞ ഈ 10-30 വർഷത്തെ എക്സ്പീരിയൻസ്, എന്നെ 2-3 പ്രാവശ്യം പോലീസുകാർ പിടിച്ചു. മനിലയിൽ വെച്ചിട്ട്, ഇവിടെ വെച്ചിട്ടല്ല, മനിലയിൽ വെച്ചിട്ട്. പക്ഷെ അവരൊക്കെ അന്ന് പിന്നെ ചേട്ടനുണ്ടായിരുന്നു, അയാള് പവർഫുള്ളിലായിരുന്നു. അയാള് ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞാൽ എന്റെ എണ്ണ അവരങ്ങ് വിട്ടയക്കും, അത്രേ ഉള്ളൂ. പിന്നെ ചോദ്യമൊന്നുമില്ല. ഇത് സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഇങ്ങോട്ടാണ്. അതെ ഇങ്ങോട്ട് കാണിക്കും. നമ്മള് പങ്കസിനാൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത്, ദഗുപ്പൻ എന്ന് പറയുന്ന ജില്ലയിലാണ്. ഒരു പ്രോവിൻസ്, ഇവര് സംസ്ഥാനത്തിന് പ്രോവിൻസ് എന്നല്ല പറയുന്നത്, അതെ ഡിസ്ട്രിക്ട്. അതെ. നമുക്ക് അങ്ങനെ ഏകദേശം ഒരു സംസ്ഥാനം എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ നമുക്ക് കാണാം. അതിന്റെ പരിധിയിൽ പെടുന്നതാണ് ഇതൊക്കെ. ഇതില് ജില്ലാടിസ്ഥാനത്തിൽ ഇവിടെ സിറ്റികളെയാണ് അതിന് താരതമ്യം ചെയ്യാം. ഏകദേശം സാൻ കാർലോസ് സിറ്റി, ദഗുപ്പൻ സിറ്റി, അങ്ങനെയാണ് ഇവിടെ ഓരോന്നിങ്ങനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ സംസ്ഥാനോ ജില്ലയായിട്ടൊന്നും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഏകദേശം അങ്ങനെ പറയാം, അല്ലേ? അതെ. ആർക്ക് ഏത് വണ്ടി വേണമെങ്കിലും ഓട്ടാം. അതെ. ഈ കാശുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ്, നമ്മളൊക്കെ മിഡിൽ ക്ലാസ്സിൽ പെട്ട ആൾക്കാരാണ്. നമ്മള് അത്ര വലിയ കാശുള്ളതും പിന്നെ അങ്ങനെ നമ്മൾ വലിയ എൻജോയ്മെന്റ് ഒന്നും ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെ എന്ത് ജീവിക്കാം, ആർക്കും തമ്മിൽ ഒരു ഇതൊന്നുമില്ല. എങ്ങനെ അവന്റെ കയ്യിൽ മുൻതേറുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നാട്ടിലുമാർക്ക് ഇങ്ങനെ അത് ഈ പോലീസ് ഈ പോളിറ്റിക്സ് ഒക്കെ കണ്ടാലേ അവർക്ക് ഒരു ചെറിയ പാർട്ടിക്കാര് അവന്റെ കയ്യിൽ മുൻതേറോ, അവനെന്താ പരിപാടി, മറ്റാണ് പരിപാടി, അതാണ് പരിപാടി, അങ്ങനത്തെ ഒരു വാക്കുകളൊന്നുമില്ല. നിന്റെ പരിപാടി അങ്ങനത്തെ ചോദ്യമൊന്നുമില്ല. ഇല്ല. മറ്റേന്ന് പറഞ്ഞാൽ അവന് മറ്റേ പരിപാടിയാണ്, അവനില്ലേ കഞ്ചാവിന്റെ കച്ചവടമായിരിക്കും, അവനില്ലേ മറ്റേ കച്ചവടമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പിടിച്ച് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വളരെ പിന്നെ സമൃദ്ധമായിട്ട് എന്താ പറയുന്നത്, ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇനിയിപ്പോ നമ്മൾ വണ്ടിയും കൊണ്ട് പോവാണെങ്കിൽ തന്നെ നമ്മളെ മുന്നിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓണടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോ മോട്ടോർ ബൈക്കാരനായാലും ഇവിടുന്ന് റൈറ്റ് ഒരു മോട്ടോർ ബൈക്കാരൻ വണ്ടിയും കൊണ്ട് പോവാണെങ്കിൽ തന്നെ നമ്മൾ അവരെ നമ്മളെ ഈ എന്താണ് കാണിക്കുന്ന നമ്മളെ ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലോ, നമ്മളൊരു പവർ കാണിക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ലെവലിലെ ആൾക്കാരൊക്കെ കാണുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും വേറൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ റോഡിലേക്കൊന്ന് നോക്കി എവിടെയെങ്കിലും വലിയ രീതിയിൽ എന്തെങ്കിലും മാലിന്യൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല, നല്ല ക്ലീൻ ആണ്. ഇതൊക്കെ പറയുമ്പോ എത്രയോ ഉള്ളിലേക്കുള്ള സ്ഥലമാണ് ഞങ്ങൾ അവര് കാണിച്ചുണ്ടോ നീ പോലെ. ഇപ്പൊ മറ്റവരൊക്കെ ആണെങ്കിൽ വണ്ടി എടുത്താണ് ഇങ്ങനെ ഫോട്ടോ അടിച്ചൊക്കെ എടുത്താണ് ഇങ്ങനെ പോകും. എന്താ എടുത്തു പോടാ, ഈ പോയിക്കോന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഈ വേണ്ടാത്ത സംസാരമൊന്നും ഇവിടെ ആരും സംസാരിക്കില്ല. നമ്മൾ നല്ല രീതിയിലാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരും നമ്മളോട് നല്ല രീതിയിലേ പെരുമാറും.
നമ്മളെ നാട്ടിലെ ഇരുമ്പിപ്പുളിയാണ് ഇത് കണ്ട. But this Kamias. place, ഈ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മളെ നാടുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കിയേ. ഈ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒക്കെ നാട്ടിലിപ്പോ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇവന്മാര് ഈ കച്ചറ ഇതൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് നശിപ്പിച്ച കളയും. അതെ, അതാ ഞാൻ നോക്കണേ. ഇത്ര ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നല്ല വന്നിട്ട് clean. അത് ക്ലീൻ ആയിട്ട് കിടക്കുന്നു. ഞങ്ങൾക്കിന്ന് ചർച്ച് ഉണ്ടായിരുന്നു, പിന്നെ പെസ്ത വെർജിൻ മേരി പെസ്ത. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാ വരുന്നത്. ഓ അത് ശരി. അങ്ങനെ നമ്മളിപ്പോ ഈ ബുലിനാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയാലുണ്ടല്ലോ, ആ. ഇവിടെ നമ്മൾ പോകുമ്പോ സ്ഥലങ്ങളാണ് ഈ ബീച്ചിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. ഒരുപാട് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ റോഡിലേക്ക് കൂടി പോയിട്ടാ ബീച്ചിലേക്ക് അല്ലേ. ഓ, ഇതുണ്ടോ ബുലിനാവ്? ബൊലീനാവില് നമ്മൾ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. 100 ഐലൻഡ്. ബൊലീനാവ്. ആ 100 ഐലൻഡ്സ് പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ലല്ലേ. എന്താ ഇത്, റിസോർട്ടാണോ? ഏത് 100 ഐലൻഡ്? അല്ല, ഇവിടെ നല്ലൊരു ബിൽഡിംഗ് കണ്ടപ്പോ ചോദിച്ചു. ഓ, ഞാൻ ഇതില് വന്നിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം. ഇവളുടെ ബ്രദറിന്റെ വീട് ഇവിടാണ്, അതെ, നമ്മളെ അളിയന്റെ വീട്. ആഹാ. ആ, ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ വീട് ഇവിടുന്ന് നേരെ പോയിട്ട് ഒരു റോഡിൽ മുട്ടും, അവിടുന്ന് റൈറ്റ് ആണ് അളിയന്റെ വീട്ടിലേക്ക് പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ്. ആ, ഇപ്പൊ മനസ്സിലായി. ഞങ്ങള് പിന്നെ ഒരുവിധം പങ്കസിനൊക്കെ ഞങ്ങള് ഡ്രൈവ് ചെയ്ത് പോയിട്ട് കറങ്ങിയിട്ടുണ്ട്. ഒരു സ്ഥലമുണ്ട്, എന്താ പറയുന്ന അവിടേക്ക്. വാട്ട് ഈസ് ദ നെയിം? വി വെന്റ് ടു ദസോൾ ആൻഡ് വി ഗോ ടു സ്ട്രൈറ്റ്. The one to last time we take a lunch there with Ati Joshi. Dashol and then we go straight, no? ഇവിടുന്ന് ലെഫ്റ്റ് ആയിരിക്കും. ലെഫ്റ്റ്. ഫിലിപ്പീൻസിന്റെ ദേശീയമാണ് ജീപ്പിനി ഇവിടെ കിടക്കുന്നുണ്ട്. Which boys go to me swimming? Also, we go swimming go to the beach. ഇതാണോ? സ്കൂളാണ്, Elementary എലിമെന്ററി സ്കൂൾ. school. കണ്ടല്ലോ, അവിടെ കുറച്ച് പിള്ളേരെ കണ്ടല്ലോ. ഈ വഴിയായിരുന്നു. അതെ, കറക്റ്റ് ആണോ? ഓക്കെ. Ide pa tanong, saan sa Villarosa Resort? Sa kabila? Yung pangalawang kanto. Okay. Sige, salamat kuya. ഇവിടുന്ന് കളിക്കാൻ പറ്റും. പിന്നെ ചെറുതായിട്ട് വഴി തെറ്റി. അത് സാർ, എന്റെ അടുത്തിരിക്കുന്ന ആളോട് നീ ആരോടെങ്കിലും ഒന്ന് ചോദിക്കുന്നു പറഞ്ഞാ ചോദിക്കൊന്നുമില്ല കേട്ടോ. ഓക്കെ. മനസ്സിലായി. അമ്മ ഒരു മുരിങ്ങാക്കോലിന്റെ വലിപ്പം വലിയൊരു മറ്റേ ഊന്നുവടിന്റെ മാതിരി ഉണ്ട്. ഞങ്ങളെ വീട്ടിലുണ്ടായ സാധനം മുരിങ്ങാക്കോല് വലുത്. എന്റെ അമ്മ എന്ത് പറഞ്ഞാ മാങ്ങ നോക്കിയേ, ശരിക്കും നമ്മളെ നാടിന്റെ എല്ലാരും നോക്കിയേ, ഉള്ളിലേക്ക് കയറിയിട്ട് എല്ലാ ചെടികളും, വളച്ചെടികള്, തെങ്ങ്, മൗങ്ങ്, കാവ്. അപ്പൊ നെക്സ്റ്റ് ഇതേപോലത്തെ വഴി ആയിരിക്കും അല്ലേ? അതെ, അടുത്ത ഒരു കാട്ടിലേക്ക് പോകുന്ന പോലെ ഉണ്ടല്ലോ. റിസോർട്ടൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതെല്ലേ. ഇതാണ് ഈ വലിയ വണ്ടിന്റെ ഉപകാരം. ചെറിയ വണ്ടിയാണെങ്കിൽ അണ്ടർ ചേസ് ഇങ്ങനെ ഒരുതിക്കൊണ്ടിരിക്കും. ഇതായിരിക്കും അല്ലേ. ആൾക്കാരൊന്നും വന്നിട്ടൊന്നും. നമുക്കിവിടെ പാർക്ക് ചെയ്താലോ? അതെ. ആന്റി, ഇതാണ് ബ്ലെസ്സിങ്. അതും കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ കുറെ പേര് ചോദിച്ചു. I am like a tricycle driver. No? ഇതാണ് റിസോർട്ട്. റിസോർട്ടിന്റെ പാർക്കിംഗ് പരിസരം. They are not. വണ്ടി അവിടെ ഇട്ട്, ഇതാണ് ഹംസക്കിന്റെ മണ്ടേരം. Nobody here. Filipino time, I think. Ano siya? Oh,
Anuja, how is this the resort? Beautiful? Swimming. Huh? You like it? Yeah, you don't. You like it? Yeah. Smile. ഈ പാർട്ടി അവിടെ ബാരന്റ് വന്നപ്പോഴേ ഇവര് രണ്ടുപേരും പോയിട്ട് അവിടെ പോയിട്ട് പിക്ചർ എടുക്കാൻ വേണ്ടി എനിക്കാണെങ്കിൽ അവളായിട്ട് കണ്ടുകൂടെ. അല്ല ഇവിടുത്തെ ഫേമസ് അല്ലേ? അതെ really Bluetooth, you know the Bluetooth? What is his name? Yeah. What is his name? Long. They when they are small, I am watching their movie before. I like Boom Brasilia. മരിച്ചു കഴിഞ്ഞാലേ ഈ പിണറലിന്റെ ചെയ്യുന്ന സ്ഥലത്ത് നമ്മള് ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു കുറെ കരയാൻ കുറെ ആൾക്കാരുണ്ടാവും. കരയാൻ ആൾക്കാരെ കൊണ്ടുവരുമോ? വെറുതെ കരയാൻ ഒരു സ്റ്റൈലാണ്. സ്റ്റൈലിന് വേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ വരെ നല്ല ചെലവാണ്. അതിന് പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ. ഞങ്ങക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം വരെ തള്ളനെയും തന്തനെയൊക്കെ സ്നാനം ചെയ്യുന്ന പബ്ലിക്കിലായിരുന്നു. അവസാനം പബ്ലിക്കിൽ ഇവിടെ ചേട്ടൻ ഒരു സ്ഥലം മേടിച്ചു. ഞങ്ങൾ മേടിച്ചാണ്. ആ സ്ഥലം ടൗണിൽ തന്നെ ആയിരുന്നു. അത് ഞങ്ങൾ 5000 രൂപ വിറ്റു. പിന്നെ ആ സ്ഥലത്തിന്റെ കൂടാണ്ട് ആ വിറ്റ് കൂടാണ്ട് ഒരു സ്ഥലം ഞങ്ങള് ഇങ്ങോട്ട് വരുന്ന മളാസിക്ക് പോകുന്ന ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന ആ സ്ഥലമുണ്ട്, ഫോറസ്റ്റ് ലേക്ക് എന്ന് പറയും. അവിടെ മേടിച്ചു കയറി. അവിടെ ഒരു സ്ഥലം മേടിച്ചു. അപ്പൊ അവിടെ മേടിച്ചപ്പോ ഇതങ്ങ് വിറ്റു. ഇത് വിറ്റിട്ട് അപ്പൊ ഞങ്ങൾക്ക് 70,000 രൂപ കിട്ടി. ആ 70,000 രൂപക്ക് ഞങ്ങൾ 2 എണ്ണം മേടിച്ചു സ്ഥലം. അവിടുത്തെ 70,000 രൂപക്ക് ഇവിടെ 2 എണ്ണം മേടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 3 എണ്ണം ഉണ്ട്. ആരെങ്കിലും ഇപ്പൊ ഫാമിലിയിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് 1 എണ്ണം ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെ അതിന് ഭയങ്കര ഇപ്പൊ നമ്മള് മരിച്ച ഉടനെ ഇവർക്ക് ചെയ്യാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്തായിരിക്കും ഒരുപാട് പൈസ കൊടുക്കും, ലക്ഷക്കണക്കിന് ഉപ്പ് കൊടുക്കും ഇവിടുത്തെ. പിന്നെ അതുകൂടാതെ ഈ പിണറേരിയ ഉണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞ ചെലവില് ഒരു 75,000-80,000 രൂപ വരും. ഇവിടെ പൊതുവെ മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ക്രിമിനേഷൻ? അതെ അതെ അതെ. ഓക്കെ. ഈ ക്രിമിനേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ അല്ല, മനിലെ കൊണ്ടുപോകും. ഇവിടുന്ന് മനിലെ കൊണ്ടുപോകും. അവിടെ ചെയ്യാം. മനിലയിലാണോ ബുളാക്കാറിലാണോ എന്ന് എനിക്കറിയില്ല എക്സാക്ട്ലി. ഇവിടെ അല്ല, ഇവിടെ എന്തായാലും ഈ സിറ്റുവേഷനിലൊന്നുമില്ല. അത് ഗ്യാസിലിട്ട് അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഫിലിപ്പീനോട് അങ്ങനെ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഫിലിപ്പീനോസും ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ഒരു സ്ഥലം മേടിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ അവർക്ക് തന്നെ പിന്നെ ഇതില് ചെയ്യണ്ട, അപ്പൊ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് ക്രിമിനേഷൻ ചെയ്യണമെങ്കിൽ കാശില്ലെങ്കിൽ അവിടെ കൊണ്ട് ക്രിമിനേഷൻ ചെയ്യാൻ കുറഞ്ഞ പൈസ വരുള്ളൂ. അതെ, ഈ സ്ഥലം മേടിക്കുന്നതിന് മെയിൻ്റെനൻസ് ഇല്ല, അങ്ങനത്തെ കുറെ. പിന്നെ വേറെന്താണ്, ബോക്സ് വേണ്ട, കബർ വേണ്ട, അങ്ങനത്തെ സാധനം ഒന്നും വേണ്ടല്ലോ. പിന്നെ പ്രോഗ്രാം ഒന്നും ഇല്ല. നേരെ അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് തന്നെ ഇവിടെ ഒരു കസിൻ തന്നെ അവരെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ അമേരിക്കൻ പാസ്പോർട്ടാണ്, ഫിലിപ്പീനോ ആണ്, അമേരിക്കൻ പാസ്പോർട്ടായിരുന്നു. അങ്ങനെ അയാളെ ക്രിമിനേഷൻ ചെയ്തു വിടും. അപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്രയോ ഇന്ത്യക്കാരും അവരും പാകിസ്ഥാനികളും ഇവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അവരെ മോർച്ചറിയിലോ അവരെ ഇതിലോ മരിച്ചു കഴിഞ്ഞാല് അവര് നാട്ടിലുമാർക്ക് കൊല്ലക്കണക്കിന് ഒക്കൊന്നുമില്ല. ആളും വരവൊന്നും ഇല്ലെങ്കിൽ അവര് കൊണ്ടുപോയി കത്തിക്കും.
അവർക്ക് അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള വേറെ വേറെ ചിന്തകളും ചെലവും കാര്യങ്ങളും ഒന്നും വരില്ല. ഇല്ല. അവര് മോർച്ചറി കടത്തി അതിന് കാശ് ചെലവാകാനൊക്കെ ഒന്നും ഇവിടുത്തെ ഫിലിപ്പീനോസ് പോകുന്നു. നമ്മളെ ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാലേ ഇവിടെ ഫിലിപ്പീനുകൾ തന്നെ ജീവിച്ചിരിക്കുമ്പോ തന്നെ മരിച്ചു കഴിഞ്ഞാലുള്ള അതിന് വേണ്ടിയുള്ള കർമ്മങ്ങൾക്കുള്ള പൈസ, പിന്നെ സ്ഥലം മേടിക്കുക, അങ്ങനെയൊക്കെ ഇവിടെ ചെയ്തു വെക്കും. മാത്രല്ല എന്റെ ഭാര്യയുടെ അമ്മ മരിച്ച സമയത്ത് ഇൻഷുറൻസ് ആയിരുന്നു എല്ലാം ചെയ്തത്. ഞങ്ങളൊന്നും ചെയ്തില്ല. ആ മറ്റേ അഞ്ജലിന്റെ ബ്രദർ ഈ ഇൻഷുറൻസ് അല്ലേ ചെയ്യുന്നത്? അതെ, അതാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ ബർത്ത്ഡേ കാര്യം. ഹലോ ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് നമ്മളെ ബർത്ത്ഡേക്കാരി. ബർത്ത്ഡേക്കാരി ഇവിടെ വന്നിട്ടുണ്ട്. സേ ഹായ്. രാഹുൽ Is hot there? Is something like a waterfall down. ഇതാണ് നമ്മ പറഞ്ഞ നാട്. Welcome back. കണ്ണൂര്. ഹലോ, വെൽക്കം ബാക്ക്. കുറച്ചേരായി ഫിലിപ്പീനോ ടൈം പിടിച്ചില്ലേ? ഫിലിപ്പീനോ ടൈം അവർക്ക് ഓൾറെഡി അറിയാലോ ഫിലിപ്പീനോ ടൈം. ഇതാണ് രാഹുല്. രാഹുൽ വിളിച്ചിട്ടാണ് ഞാനും അംസക്കയും ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. ഈ കുട്ടീനെ എടുത്ത് നിൽക്കുന്നതാണ് രാഹുലിന്റെ ഭാര്യ. പേര് ക്രിസ്റ്റീൻ. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ആൺകുട്ടി ഉണ്ട്. അവന്റെ പേര് റിയാൻ. ഞങ്ങളോട് പരിപാടി 12 മണി എന്ന് പറഞ്ഞപ്പോ ഞാനും അംസക്കയും നേരത്തെ ഇവിടെ എത്തി. ഇനി നമ്മളെ കൊണ്ട് നേരം വൈകണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇവരെല്ലാം ഫിലിപ്പീനോളായതുകൊണ്ട് ഫിലിപ്പീനോ കറക്റ്റ് ടൈമിന് എത്തൂല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അപ്പോ അത് പറഞ്ഞ് രാഹുലിനെ കളിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളവിടെ. ശരിക്കും ഈ പരിപാടിക്ക് വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയേനെ. അടിപൊളി, അത്രയ്ക്കും നല്ല അടിപൊളി പരിപാടിയായിരുന്നു ആ ബർത്ത്ഡേ ഫംഗ്ഷൻ. Why small? Make it bigger. മെഷീനാകുന്നുണ്ട്. മെഷീനിൽ അത്രേ വരുള്ളൂ. അന്നൂസിമിന്റെ എവിടെ പോയി കഴിഞ്ഞാലും അവക്ക് കളിക്കാനൊക്കെ ആരെങ്കിലൊക്കെ കിട്ടും. പിന്നെ ഈ ബബിൾസ് അവക്കൊരു പ്രാന്താണ്. ഇതാണ് രാഹുലിന്റെ ഫാമിലി. ഇങ്ങനെ തലക്ക് നിൽക്കുന്നത് ഇതാണ് രാഹുലിന്റെ അച്ഛൻ. നടുക്ക് അറിയില്ല. പിന്നെ ഈ കാണുന്ന രാഹുലിന്റെ ഭാര്യ ക്രിസ്റ്റീൻ, പിന്നെ ബർത്ത്ഡേക്കാരി, പിന്നെ രാഹുലിന്റെ ഭാര്യയുടെ സിസ്റ്ററായ പേരെനിക്കറിയില്ല കേട്ടോ. ട്വിൻ സിസ്റ്റർ ആണെന്ന് എനിക്ക് മാത്രം അറിയാം. നമ്മളെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് രാഹുലും ക്രിസ്റ്റിയൊക്കെ ഓടി നടന്ന് വന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഫുഡൊക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നോക്കി നടന്ന് കാണുകയാണ്. അടിപൊളി റിസോർട്ട് അല്ലേ? ചെറിയ റിസോർട്ടാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബർത്ത്ഡേന്റെ പരിപാടിയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. രാഹുലും ക്രിസ്റ്റിയൊക്കെ ഫുള്ള് ബിസിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുകയാണ്. ഞാൻ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ ഒരു സൈഡിൽ നിന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നൂസ് ഇങ്ങനെ കയറി തരുന്നുണ്ട്. ഈ പോകുന്നതാണ് ക്രിസ്റ്റിന്റെ ട്വിൻ സിസ്റ്റർ. ഈ വരുന്നതാണ് റിയാൻ, രാഹുലിന്റെ മോൻ. ചോറ്, ഇതെന്താ ഷാങ്കായ്, ഇതാണ് പാൻസിഡ്, ഇത് പോർക്കിന്റെ എന്തൊരു സാധനമാണ്, ഇതും ഷാങ്കായ്, ഇത് സ്പഗേത്തി അല്ലേ, സ്പഗേത്തി. ഇതെന്താ സാധനം? റൈസ് കേക്ക്. Arun. Yes. ഇത് ഒരുതരം റൈസ് കേക്ക് ആണ്. ഇതിന്റെ ഡീറ്റെയിൽ എടുക്കുകയാണ് ഞാൻ. എന്തൊക്കെയാണ്? കടലുണ്ട്, പിന്നെന്താണ്, പിന്നെ എന്തൊക്കെയോ മധുരമുള്ള എന്തൊക്കെയോ സാധനങ്ങളാണ്. ഇതാണ് സ്പഗേത്തി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ജുലേബി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമാണ് സ്പഗേത്തി. ഇത് ഷാങ്കായ്. ഇത് ബംഗൂസിന്റെ ഷാങ്കായ് ആണോ പോർക്കിന്റെ ആണോ അറിയില്ല. ഇതെന്തായാലും പോർക്കാണ്. അത് പാൻസിഡ്, അടിപൊളി പാൻസിഡ് ആണ്, കണ്ടാൽ തന്നെ അറിയാം. ഹംസക്കൊക്കെ get my food also, huh? Okay.
ഹംസക്കയും വിക്കിയാൻഡിയും വളരെയധികം നല്ല കമ്പനി നിറഞ്ഞ രണ്ട് ജോഡികളാണ്. അവരുള്ളതാണ് ഇപ്പോൾ ഒരു ആശ്വാസം. ഫിലിപ്പീൻസിൽ ഇപ്പം എന്തെങ്കിലും മലയാളം പറയണമെങ്കിൽ ഞാൻ ആകെ ഫോൺ എടുത്ത് വിളിക്കുന്നത് ഹംസക്കേനാണ്. ആള് വളരെ ജോലിയാണ്. എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ആൾ ഓടിയെത്തും. എന്ത് സഹായം ചോദിച്ചാലും പുള്ളിക്കാരൻ മുൻപന്തിയിലുണ്ടാവും. തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. വിക്കിയാൻഡിക്കാണെങ്കിലും ഹംസക്കാണെങ്കിലും എന്നെയും മിർണേനൊക്കെ വലിയ ഇഷ്ടമാണ്. അതിലുപരി അന്നൂസിനെ ഇപ്പോൾ വളരെയധികം ഇഷ്ടമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് രാഹുലും ക്രിസ്റ്റിയും കൂടെ വന്നു. അതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ശരിക്കും ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബർത്ത്ഡേ പാർട്ടിയും ഞങ്ങൾ ഈ ആഘോഷിക്കുന്നതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ മറന്നുപോയി. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പിന്നീട് വലിയ വലിയ ചർച്ചകളായി. ഇന്ത്യ ഫിലിപ്പീൻസ് വിശേഷങ്ങളായി. പിന്നീട് അത് ഒതുങ്ങിക്കൂടി മലയാളികളുടെ മാത്രം ഒരു ഗ്രൂപ്പായി മാറി. ഫിലിപ്പീനുകൾ മറ്റൊരു ഗ്രൂപ്പും. എനിവേ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ച ഒരു ഡേ ആണെന്ന്. എല്ലാവരും കാണുന്ന പോലെ തന്നെ ഞങ്ങളും ഒരുപാട് സന്തോഷത്തിലാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ മിസ്സായിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ തന്നെ ഞാൻ വിട്ടുപോയി. പിന്നെ ഞങ്ങളവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടി ഫോട്ടോസൊക്കെ എടുത്തു. എന്താ പറയുക, വളരെയധികം എൻജോയ് ചെയ്തു. ഇങ്ങനൊരു ബർത്ത്ഡേ ഫംഗ്ഷന് വിളിച്ച രാഹുലിനും ക്രിസ്റ്റിനും ഒക്കെ ഒരുപാട് നന്ദി. അത് എൻ്റെ പേരിലും ഹംസക്കൻ്റെ പേരിലും ഒക്കെ നന്ദി ഞങ്ങൾ ഈ വീഡിയോയിലൂടെ രേഖപ്പെടുത്തി. എനിവേ താങ്ക്സ്.